ാണ്. പക്ഷേ പേടിച്ചു പോകും. മരണം ഭയാനകമാണ്. പക്ഷേ അത് ഉണർച്ചയുടെ സന്ദേശമാണ്. ഏകനായി ലോകത്ത് വരുന്ന മനുഷ്യൻ ഏകനായി ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നുവെന്ന് രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകനായി വരുന്ന മാനവൻ ഏകനായി തന്നെ തിരിച്ചു പോകുന്നു ഈ ലോകത്തോട്. ആ മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. എന്നിട്ടും മനുഷ്യന്റെ വിചാരം യുധിഷ്ഠിരൻ പറഞ്ഞ പോലെയാണ്. അഹന്യഹനി പ്രധാനി ഗച്ഛാന്തീഹ യമാലയം. അഹന്യഹനി പ്രധാനി ഗച്ഛാന്തീഹ യമാലയം. ശേഷാസ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമദപരം. എത്രയോ ആളുകൾ ഓരോ ദിവസവും മരിച്ചു പോണ്. എന്നിട്ടും ഇവിടെ ബാക്കിയാകുന്നവന്റെ ശേഷിക്കുന്നവന്റെ വിചാരം സ്ഥാവരമിച്ഛന്തി, അവനിവിടെ എന്നെന്നും സ്ഥിരമായിട്ട് പാർക്കുമെന്നാണ്. എത്രയോ പേര് മരണചടങ്ങുകളിൽ പങ്കെടുത്തതാണ്. എത്രയോ ആളുകളുടെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞതാണ്. എത്രയോ ആളുകളെ യാത്രയച്ചതാണ്. എന്നിട്ടും വിചാരം ഭൂമുഖത്ത് എന്നും പാർക്കുന്ന വിചാരമാണ് എന്ന യുധിഷ്ഠിരന്റെ വാക്കുപോലെ. അഹന്യഹനി ഭ്രതാനി ഗച്ഛാന്തീഹ യമാലയം. ശേഷാസ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമദപരം. എത്ര ആശ്ചര്യകരമായിരിക്കുന്നു, എത്ര അത്ഭുതകരമായിരിക്കുന്നു. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടും ജീവിച്ചിരിക്കുന്നവന്റെ വിചാരം എന്നെന്നും ഇവിടെ ഉണ്ടാകുമെന്നാണ്. പുതിയ ഹാസത്തോടെ ഒരു പുതിയ ഋതു വരുമ്പോ, ഒരു കാലാവസ്ഥ വരുമ്പോ നീ ഓർക്കണം, നിന്റെ ആയുസ്സിൽ എന്നൊരു വർഷം കൂടി അവസാനിക്കുന്നുവെന്ന്. മനുഷ്യ, നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് മരണമാണ്. നിന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് മരണമാണ്. സഹൈവ മൃത്യുർ പ്രജതി സഹ മൃത്യുർ നിഷീദതി ഗത്വാ സുദീർഘമധ്വാനം സഹ മൃത്യുർ നിവർത്തതേ. മനുഷ്യന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് മരണമാണെന്ന് വാൽമീകി മഹർഷി. എപ്പോഴും മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മരണമാണ്. കൂടെ സഞ്ചരിക്കുന്ന ഒരു സത്വമാണ് മരണം. മൗത്തുകോ സംജേ ഗാഫിൽ ഇഖ്തിതാമ സിന്ദഗി. മൗത്തുകോ സംജേ ഗാഫിൽ ഇഖ്തിതാമ സിന്ദഗി. മരണം ഒരവസാനമാണെന്നാണ് അശ്രദ്ധ ബാധിച്ചു പോയവന്റെ വിചാരം. ഹേ ശാമ സിന്ദഗി. ജീവിതത്തിന്റെ ഈ സന്ധ്യ യഥാർത്ഥത്തിൽ സുബ്ഹേ ദവാമ സിന്ദഗി. അത് മനുഷ്യ ജീവിതത്തിന്റെ അനശ്വരതയുടെ പ്രഭാതമാണ്. അനശ്വരതയുടെ പ്രഭാതമാണ്. ശാശ്വതികത്വത്തിന്റെ ഒരു ഉഷസ്, പുതിയ ഒരു തുടക്കത്തിന്റെ ഒരു പ്രഭാതം. അല്ലാമാ ഇക്ബാലിന്റെ വരികളാണ്. മൗത്തുകോ സംജേ ഗാഫിൽ ഇഖ്തിതാമ സിന്ദഗി. ഗഫലത്തിൽ അകപ്പെട്ടവന്റെ വിചാരം മരണം ഒരവസാനമാണെന്നാണ്. ഹേ ശാമ സിന്ദഗി സുബ്ഹേ ദവാമ സിന്ദഗി. ജീവിതത്തിന്റെ ഈ സന്ധ്യ യഥാർത്ഥത്തിൽ മാനവ ജീവിതത്തിന്റെ അനശ്വരതയുടെ തുടക്കമാണ്, അനശ്വരതയുടെ പ്രഭാതമാണ്. ഇന്ത്യയുടെ ഔത്കൃഷ്ട്യം ഇന്ത്യ എന്ന ദേശത്തിലൂടെ സഞ്ചരിക്കേണ്ട ദിവസമാണ്. ആ ദേശത്തിന്റെ പ്രമാണങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട വിഷയങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതാണ്. ഇന്ത്യ എന്ന ഈ മഹത്തായ ദേശത്തും സകല മതസ്ഥർക്കും സകല സഹോദര സമുദായങ്ങൾക്കും ചെയ്യാനുള്ളത് ഈ നാടിന്റെ ഐക്യത്തെ കെട്ടിപ്പടുക്കലാണ്, ഭാരത മഹാദേശത്തിന്റെ ഐക്യത്തെ. India has always existed for humanity. ഇന്ത്യ എന്നും നിലകൊണ്ടത് മാനവരാശിക്ക് വേണ്ടിയാണെന്ന ശ്രീ അരവിന്ദന്റെ വാക്കുകൾ. ഇന്ത്യ എന്നും നിലകൊണ്ടത് മനുഷ്യത്വത്തിനു വേണ്ടിയാണ്. ഇന്ത്യ മനുഷ്യത്വത്തിന്റെ നാട്, ഇന്ത്യ മാനവരാശിയെ സ്നേഹിച്ച നാട്. ഇത് തുളസീദാസ് രാമചരിതമാനസം എഴുതിയ നാട്. കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ രാമായണത്തെ തിരൂരിലെ തുഞ്ചത്താചാര്യന്റെ നാവിലൂടെ കേൾക്കുമ്പോ, ഉത്തരേന്ത്യൻ സഹോദരങ്ങൾ രാമായണത്തെ തുളസീദാസിന്റെ രാമചരിതമാനസത്തിലൂടെ ഗ്രഹിച്ചു. ആ രാമചരിതമാനസത്തിന്റെ രചയിതാവായ തുളസീദാസിന്റെ വരികൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് കാരണമെന്ന് ഈ വരികൾ കേൾക്കുമ്പോ മനസ്സിലാകും. രാമചരിതമാനസത്തിൽ
മാനസത്തിന്റെ ഗ്രന്ഥകർത്താവായ തുളസീദാസ് പറയുകയാണ്, ധൂത് കഹേ ധൂത് കഹേ അവധൂത് കഹേ, എന്നെ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ. എന്നെ ഒരു അവധൂതൻ എന്ന് വിളിച്ചോ, ഒരു സന്യാസി, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റെന്തെങ്കിലും വിളിച്ചോ. രജപുത് കഹേ, രജപുത്രൻ എന്ന് വിളിച്ചോ. ജുൽഹാ കഹേ, നെയ്ത്ത് വേലക്കാരൻ എന്ന് വിളിച്ചോ. കാഹു കി ബേട്ടി സേ ബേട്ടാ നബി യാഹിബ്, എന്റെ മകന് വേണ്ടി ഞാനൊരു പുതുമണവാട്ടിയെ തിരയുന്നില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ. ഏത് ജാതിയിലും പെടുത്തിക്കൊള്ളൂ. എന്നെ ഉയർന്ന ജാതിയിൽ പെടുത്തണമെങ്കിൽ അതിൽ, താഴ്ന്ന ജാതിയെങ്കിൽ അതിൽ വിരോധമില്ല. കാരണം ഞാൻ എന്റെ മകന് വേണ്ടി പെണ്ണന്വേഷിക്കുന്നില്ല. ധൂത് കഹേ അവധൂത് കഹേ, രജപൂത് കഹേ ജുൽഹാ കഹേ, काहू की बेटी से बेटा नबी आहिब, काहू की जाति बिगाड़ न जाहो. അതുകൊണ്ടാരും എനിക്ക് വേണ്ടി ജാതി മാറണ്ട. തുളസി ഗുലാം സർനാം ഹേ രാം കോ, തുളസി രാമന്റെ സേവകനാണ്, തുളസി രാമന്റെ ഭക്തനാണ്. ജാക്കൂരു ചൈസൊക്കെ കൂവേ ഹോ മാംഗ് കെ ഹബീബോ, ഞാൻ ഭിക്ഷ കൊണ്ട് ജീവിക്കുന്നു. മസ്ജിദ് മാരഹിബോ, മസ്ജിദിൽ പാർക്കുകയും ചെയ്യുന്നു. മസ്ജിദിന്റെ മുറ്റത്ത് പായ വിരിച്ചിട്ടാണ് തുളസീദാസ് രാമചരിതമാനസം എഴുതിയത്. മദീനയിലേക്കുള്ള പാതയിൽ മൈത്രിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ രാമചരിതമാനസം എഴുതാൻ മസ്ജിദിന്റെ മുറ്റത്ത് തുളസീദാസിന് പായ വിരിച്ചു കൊടുത്തുവെന്ന സംഗതി അറിയണം. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ പാഠം പഠിക്കാനുള്ള ഒരു മഹാസംഭവമാണിത്. പായ വിരിച്ചു കൊടുത്ത മുസ്ലിങ്ങൾക്കും പാഠം പഠിക്കാനുണ്ട്. ഇക്കാലത്ത് പായ വിരിച്ച് മസ്ജിദിന്റെ മുറ്റത്തിരുന്ന് രാമായണം എഴുതിയ തുളസീദാസിന്റെ അനുയായികളായ ഹൈന്ദവ സഹോദരങ്ങൾക്കും സകലർക്കും ഒരു പാഠമുണ്ട്. മാംഗ് കെ ഹബീബോ, ഞാൻ ഭിക്ഷയിൽ ജീവിക്കുന്നു. മസ്ജിദ് മാരഹിബോ, മസ്ജിദിൽ പാർക്കുകയും ചെയ്യുന്നു. മസ്ജിദിന്റെ മുറ്റത്ത് ഇരുന്നു കൊണ്ട് തുളസീദാസ് രാമായണം എഴുതിയ ഇന്ത്യ എന്ന മഹാരാജ്യം, മാനവത്വത്തെ പുകഴ്ത്തിയ മഹാരാജ്യം. ഡൽഹിയിലൊരു സാത്വികൻ ജീവിച്ചു. എല്ലാ ദിവസവും കൂടെയുള്ള ഭൃത്യനോട് ചോദിക്കും, സേവകനോട്, നീ വല്ലതും ബാക്കി വെച്ചോ? ഉണ്ടെങ്കിൽ എടുക്ക്, പാവപ്പെട്ടവർക്ക് പോയി കൊണ്ടുകൊടുക്കാം. അദ്ദേഹത്തിന്റെ സേവകന്റെ പേര് ഇക്ബാൽ. ഒരു ദിവസം ഇക്ബാലിനെ വിളിച്ചു ചോദിച്ചു, ഇക്ബാൽ, അടുക്കളയിൽ നിന്നെന്താണൊരു ശബ്ദം? എന്തെങ്കിലും നീ ബാക്കി വെച്ചോ? അതേ, അല്പം റൊട്ടിക്കഷ്ണമുണ്ട് ബാക്കി. വരൂ ഇക്ബാൽ. രാത്രി റാന്തലെടുത്തുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. മരം കോച്ചുന്ന തണുപ്പിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ റോഡിന്റെ ഓരങ്ങളിൽ കിടന്നുറങ്ങുന്ന ജാതിയേതെന്നറിയില്ല, മതമേതെന്നറിയില്ല. പക്ഷേ നിസാമുദ്ദീൻ ഔലിയക്കൊരു കാര്യമറിയാം, കിടക്കുന്നവരൊക്കെ മനുഷ്യരാണ്, അവർ വിശന്നുറങ്ങിയതാണ്. അവരെ വിളിച്ചുണർത്തിക്കൊണ്ട് അവരുടെ വായിലേക്ക് അപ്പക്കഷ്ണം വെച്ചു കൊടുക്കുന്ന നിസാമുദ്ദീനെ മതേതര ഇന്ത്യ ബഹുമാനിച്ചു. മതേതര ഇന്ത്യയിൽ തലസ്ഥാന നഗരിയുടെ ഒരു പ്രധാന ഭാഗത്തിന്റെ പേര് നിസാമുദ്ദീൻ. ഇന്ത്യയിൽ തീവണ്ടിയുടെ പേര് നിസാമുദ്ദീൻ. യമുനയിൽ മുങ്ങിക്കുളിക്കുന്ന ഹിന്ദുക്കളെ നോക്കി ഒരിക്കൽ നിസാമുദ്ദീൻ പറഞ്ഞു, ഹർ ഖൗം റാസ്ത് റാഹേ ദീനേ വ ഖിബ്ലഗാഹേ. ഓരോ ജനതക്കും ഒരു വഴി, ഓരോ ജനതക്കും ഒരു ആരാധനാരീതി. ദിൽ ബദസ്ത് അവർക്ക് ഹജ്ജ് അക്ബറസ്ത്. ഒരു ഹൃദയം ആശ്വസിപ്പിക്കുന്നത് ഹജ്ജുൽ അക്ബറാണ് എന്നും നിസാമുദ്ദീൻ മൊഴിഞ്ഞു. പൗരസ്ത്യ നാഗരികതയുടെ ഉള്ളടക്കം പോലെ ഇന്ത്യ, അതിന്റെ ശക്തി സ്രോതസ് പോലെ ഇന്ത്യ, സഹവർത്തിത്വത്തിന്റെ കേളീഗൃഹം പോലെ ഇന്ത്യ, ബഹുസ്വരതയുടെ സ്വരം പോലെ ഇന്ത്യ, മഹത്തായ രാജ്യം, മഹത്തായ മനസ്ഥിതി ഇന്ത്യ. സാംസ്കാരിക സംഘട്ടനമല്ല, സാംസ്കാരിക സഹവർത്തിത്വമാണ് ചരിത്രത്തിന്റെ ധാരയെന്ന് തെളിയിച്ച ഹിന്ദുസ്ഥാനി സംസ്കാരത്തിന്റെ, ഗംഗാ യമുന സംസ്കൃതിയുടെ ഇന്ത്യ, സൗഹൃദത്തിന്റെ ഐക്യത്തിന്റെ ഇന്ത്യ. ആ ഇന്ത്യയെ